ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ഓണപരീക്ഷയ്ക്ക് തീർച്ചയായും ഇംഗ്ലീഷിന് 6 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അത് ഫോർമൽ ലെറ്റർ ആണ്. ഒഫീഷ്യൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് ഫോർമൽ ലെറ്റർ. എന്താണ് ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്നുള്ളത്? ഫോർമാറ്റ് കൃത്യമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താണ്? ആദ്യം നമുക്ക് വേണ്ടത് ഫ്രം അഡ്രസ് ആണ്. അത് മാർജിനോട് ചേർന്ന് ഫ്രം എന്ന് എഴുതി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അഡ്രസ്സ് ഇടുക. ഇനി ഫ്രം എന്ന് എഴുതുന്നില്ലെങ്കിൽ ആ അഡ്രസ്സ്, പേരും അഡ്രസ്സും പ്രോപ്പറായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് തൊട്ട് താഴെ ഡേറ്റ് ആണ്. ഡേറ്റ് എന്ന് അവിടെ എഴുതേണ്ട കാര്യമില്ല, ഡേറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അതിനുശേഷം ടു അഡ്രസ് ആണ് വേണ്ടത്. ടു അഡ്രസ്സ് എഴുതുന്ന സമയത്ത് ഇതുപോലെ തന്നെ ടു എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് എഴുതാം, അല്ലെങ്കിൽ ടു എന്ന് എഴുതേണ്ട കാര്യമില്ല, കൃത്യമായിട്ട് അഡ്രസ്സ് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അതിനുശേഷം സല്യൂട്ടേഷൻ ആണ്. റെസ്പെക്റ്റഡ് സാർ, റെസ്പെക്റ്റഡ് സാർ തന്നെ വെച്ചോളൂ. ഡിയർ സാറിനേക്കാളും കുറച്ചും കൂടെ നല്ലത് റെസ്പെക്റ്റഡ് സാർ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതാം. ഇനി ഒരു ഫോർമൽ ലെറ്ററിന് വേണ്ടത് 3 പാരഗ്രാഫാണ്. 3 പാരഗ്രാഫ് കമ്പൽസറി ആണ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കംപ്ലൈൻറ്റ് ലെറ്റർ ആണ് എഴുതുന്നതെങ്കിൽ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഫസ്റ്റ് പാരഗ്രാഫ് എന്നുകൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ് റൈറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ ആണ്. അത് നമ്മൾ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടാണ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ അയക്കുന്നതാണെങ്കിൽ നമ്മുടെ ഒരു അനുവാദം തരണം, അല്ലെങ്കിൽ അത് ചെയ്തു തരണം എന്നുള്ള റിക്വസ്റ്റ് ആണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ക്ലോസിംഗ് ആണ്. അത് കൺക്ലൂഡ് ദ ലെറ്റർ വിത്ത് യുവേഴ്സ് ട്രൂലി ഓർ യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ഇതൊക്കെ മാർജിനോട് ചേർന്ന് തന്നെയാണ് എഴുതേണ്ടത്. അതിന് തൊട്ട് താഴെ സിഗ്നേച്ചർ, നെയിം. ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 6 മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഫോളോ ചെയ്യേണ്ട. ഈ ഫോർമൽ ലെറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ വിട്ടുകളയരുത്. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോ ദ ഹോമിയോപ്പത് ഇൻ ദ സ്നേക്ക് ആൻഡ് ദ മിററിലെ ഹോമിയോപ്പതിൻ്റെ വീട് ലൂട്ട് ചെയ്യപ്പെട്ടു ബൈ എ അൺനോൺ ബർഗ്ലർ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലെറ്ററാണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രം അഡ്രസ്സ് കൊടുത്തു, വില്ല നമ്പർ 7, ഡോക്ടേഴ്സ് കോളനി, തൃശ്ശൂർ. അതിനുശേഷം ഡേറ്റ് കൊടുത്തു, ദ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ടൗൺ പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ. അതിനുശേഷം സല്യൂട്ടേഷൻ കൊടുത്തു, റെസ്പെക്റ്റഡ് സാർ. അതിനുശേഷം സബ്ജക്റ്റ് മസ്റ്റായിട്ടും വേണം. രജിസ്റ്ററിങ് കംപ്ലൈൻറ്റ് ഓൺ ദ തെഫ്റ്റ് കേസ്. സബ്ജക്റ്റ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ SUB എന്ന് ഇട്ടിട്ട് കോളൻ ഇടാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് മുഴുവനായിട്ട് എഴുതിയിട്ട് എന്താണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകും, അത് കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ലോങ് സബ്ജക്റ്റ് എഴുതരുത്, ഷോർട്ട് ആയിരിക്കണം സബ്ജക്റ്റ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ ആണ്. ഐ ആം എ ഹോമിയോപ്പതി ഡോക്ടർ സ്റ്റേയിങ് ഇൻ ഡോക്ടേഴ്സ് കോളനി ഓഫ് തൃശ്ശൂർ ടൗൺ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ലാസ്റ്റ് നൈറ്റ് ഐ ഹാഡ് എ ടെറിബിൾ എക്സ്പീരിയൻസ്. എ കോബ്ര ഫെൽ ഓൺ മൈ ഷോൾഡർ ആൻഡ് ഇറ്റ് കെപ്റ്റ് മീ ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് ലൈഫ് ഹൊറിബിളി ഫോർ സം ടൈം. വെൻ ഐ ഗോട്ട് എ ചാൻസ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്ക് ഐ റഷ്ഡ് ഔട്ട് ഓഫ് മൈ റൂം ആൻഡ് took a refuge in my friend's house. But this morning when I returned to my room to take my belongings, I found everything had been stolen. Okay, അപ്പോൾ ഇത് സെക്കൻഡ് പാരഗ്രാഫാണ്. കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലേക്ക് പോകുന്നില്ല. കൃത്യമായിട്ട് എന്താണോ മാറ്റർ കൃത്യമായിട്ട് നമ്മളവിടെ പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ്. ഐ ഷാൽ ബി ഗ്രേറ്റ്ലി ഒബ്ലൈസ്ഡ് ആൻഡ് താങ്ക്ഫുൾ ടു യു ഇഫ് യു കൈൻഡ്ലി ടേക്ക് നെസസറി ആക്ഷൻസ് ടു ഫൈൻഡ് ദ തെഫ്റ്റ് ആൻഡ് റിക്കവർ മൈ ബിലോങ്ങിങ്സ്. ഓക്കെ, ഇത് റിക്വസ്റ്റ് ആണ്. ഇനി താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, നെയിം. അപ്പോൾ ഇതാണ് ഒരു ഫോർമൽ ലെറ്റർ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമൽ ലെറ്റർ ആണിത്. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ഓർണം. വെൻ ദ ഹോമിയോപ്പത്ത് ബാക്ക് ഫ്രം ഹിസ് ഫ്രണ്ട്സ് ഹൗസ് ഹി ഫൗണ്ട് ദാറ്റ് ഓൾ ഹിസ് ബിലോങ്ങിങ്സ് were stolen. He decided to write a complaint to the inspector of police, draft the likely letter. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേക്ക് ആൻഡ് ദ മിറർ.
അടുത്തത് സത്യജിത് റൈ ടു ഷൂട്ട് എ ഫിലിം എ ടൈഗർ ആസ് വൺ ഓഫ് ദ ക്യാരക്ടർ ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ദ ചെയർമാൻ ഓഫ് ദ ആനിമൽ വെൽഫെയർ ബോർഡ് ആസ്കിംഗ് പെർമിഷൻ ടു യൂസ് ടൈഗേഴ്സ് ഇൻ ഹിസ് ഫിലിം ഡ്രാഫ്റ്റ് ദ ലൈക്ലി ലെറ്റർ. ഇത് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫോർമൽ ലെറ്റർ 2 പാഠത്തിൽ നിന്നാണ്. ഒന്ന് പ്രൊജക്ട് ടൈഗർ, രണ്ടാമത്തത് സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 6 മാർക്കാണ്. 6 മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, ബൈ.